ഈ പകൽ ഒരു കൊച്ചു പ്രബോധനത്തിന് എല്ലാവരും പ്രാർത്ഥനയോടിരിക്കുക. ദൈവന്റെ ഉള്ളിൽ തന്ന ഒരു കൊച്ചു നിയോഗമുണ്ട്. അത് ആ നിലയിൽ വെളിപ്പെട്ടാലേ നമുക്കിതെല്ലാം അനുഗ്രഹമായി വരികയുള്ളൂ. ഒന്നാമത്തെ ഒന്ന് രണ്ട് മൂന്ന് വാക്കുകളൊന്നും നമുക്കത്ര സുഖം തരുന്നതല്ല. സുഖം തരാതിരിക്കുമ്പോൾ തന്നെ ഒരുവൻ പ്രാർത്ഥിപ്പാൻ തയ്യാറാകുകയാണ്. ഞങ്ങളുടെ ഭിന്നങ്ങളെ നന്നാക്കണമേ. ഇന്ന് പകലും നമ്മൾക്കൊന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഒന്ന് തയ്യാറാകട്ടെ. എവിടെയെങ്കിലുമൊക്കെ ഭിന്നതകൾ വരുന്നെങ്കിൽ അതൊക്കെ നന്നാക്കുന്നൊരു ദൈവം നമ്മുടെ കർത്താവാണ്. ഉടഞ്ഞു പോയെങ്കിൽ ഉടഞ്ഞു പോയതിന്റെ കേടുമാറ്റാൻ നമ്മുടെ കർത്താവിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഈ കുറവുകൾ കാണാൻ പറ്റുന്നില്ലെങ്കിൽ വലിയ പരാജയം വരും. നമുക്കൊരു കുറവ് വന്നാലും ഓടിച്ചെല്ലാനുള്ള ദൈവസന്നിധി മാത്രമല്ലേ ഉള്ളൂ. സ്തോത്രം സ്തോത്രം. നമുക്കൊരു കുറവ് വന്നാലും നമുക്ക് ഓടിച്ചെല്ലാനുള്ളത് ദൈവസന്നിധി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കുറവ് മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. കർത്താവിനോട് പറയണം, ചില ഭിന്നങ്ങൾ, ചില ചിതറിക്കപ്പെടലുകൾ, ചില കുലുങ്ങപ്പെടലുകൾ, ചില ഭാരപ്പെടുന്ന പരിഭ്രമത്തിന്റെ വീഞ്ഞു കുടിച്ച പോലുള്ള അനുഭവങ്ങൾ ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. പക്ഷെ ഞങ്ങളെ ഇന്ന് പകൽ ഒന്ന് സന്ദർശിക്കണമേ, ഞങ്ങളുടെ കേടൊന്ന് പോക്കണമേ എന്ന് ആരെങ്കിലുമൊക്കെ ഇവിടെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ എൻ്റെ ദൈവം ചില കാര്യം ചെയ്യുമെന്ന് പറയാനാണ് എനിക്ക് ഒന്നാമത്തെ നിയോഗമുള്ളത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവം പ്രവർത്തിക്കാത്ത ദൈവമല്ല, എൻ്റെ ദൈവം എന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. അത് വിശ്വസിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് ചെറുടെ പറഞ്ഞാൽ എത്രയും തകർന്നു കിടക്കട്ടെ, അതിനെ എല്ലാം പണിത് കൊണ്ടുവരാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് ഇന്ന് പകലും എൻ്റെ ദൈവം കൃത്യമായ ഒരു അരുളപ്പാട് ദൈവം തരുകയാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. അസ്ഥികൾ പോലെ എല്ലാം ക്ഷയിച്ചു പോയിക്കൊള്ളട്ടെ. ഒരു കുശവന്റെ പാത്രം ഉടഞ്ഞതുപോലെ എല്ലാം ഉടഞ്ഞതായിക്കൊള്ളട്ടെ നിന്റെ വിഷയം. പക്ഷെ ഇന്ന് പകൽ നീ കണ്ണുനീരോട് ഒന്ന് പ്രാർത്ഥിക്ക്, എൻ്റെ ഭിന്നങ്ങളെ ഒന്ന് നന്നാക്കണമേ എന്ന ഹൃദയ നുറുക്കത്തോടെ നീ ഒന്ന് കരഞ്ഞാൽ നിനക്ക് വേണ്ടി ചില വിടുതലുമായി അവൻ വെളിപ്പെട്ടു വരുന്ന ദൈവമാണ്. സ്തോത്രം 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 സ്തോത്രം. 4-ാം വാക്യം നമ്മൾ വായിച്ചില്ല. അതിനകത്തെ വാക്യം നമുക്കറിയാം. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സത്യം നിമിത്തം ഉയർത്താൽ അവനൊരു കൊടി നൽകുന്ന ദൈവമാണ്. ഞാൻ പിന്നീട് വ്യാഖ്യാനിച്ചുകൊള്ളാം. ഇന്ന് പകലും പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ചിലത് അടയാളങ്ങളായി തരുന്ന ഒരു ദൈവത്തെയാണ് ഈ സഭാമധ്യേ ഞാൻ ഉയർത്തി കാണിക്കുന്നത്. 5-ാം വാക്യം, തനിക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് അവൻ വലങ്കരം കൊണ്ട് പ്രവർത്തിച്ച് അവൻ ഉത്തരമരുളുന്ന ദൈവമാണ്. കരയുന്ന ദൈവമക്കളെല്ലാം വിശ്വസിച്ചു കൊള്ളുക, നീ ഒരു മറുപടി കേട്ടിരിക്കും, നീ ഒരു മറുപടി കേട്ടിരിക്കും. നിനക്ക് വേണ്ടി ഉണരുന്നൊരു ദൈവത്തെ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവത്തെ നീ അനുഭവിക്കാനേക്കും. ഈ 60-ാം സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം അതിന്റെ മേൽഭാഗത്തൊക്കെ എഴുതിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ ശൗമേലിന്റെ 2-ാം പുസ്തകം 8-ാം അധ്യായത്തിലും ജനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിലും ഈ സാഹചര്യങ്ങൾ പരിശുദ്ധാത്മാ മുൻകൂട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം വിശദീകരിക്കാനല്ല. ആ 2 ഭാഗങ്ങളൊന്നും വായിച്ചാൽ ഈ സങ്കീർത്തനക്കാരനായ ദാവീദ് എഴുതുന്ന പരിഭ്രമം ഒന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ ചില വിടുതൽ മാത്രമേ ഉള്ളൂ. എന്നിന്റെ ഇന്ന് ചേർത്ത് പറയാൻ ദൈവാഗ്യ കാര്യമെന്ന്, പലരും നിന്റെ ജയം മാത്രമേ കാണുകയുള്ളൂ. അറിയപ്പെടാത്ത ചില പരിഭ്രമങ്ങൾ, അറിയപ്പെടാത്ത ചില കുലുക്കങ്ങൾ, അറിയപ്പെടാത്ത ചില തകർച്ചകൾ, അത് മറക്കാത്തൊരു പരിശുദ്ധാത്മാവുണ്ട്. ചരിത്രം നിന്നെ മറന്നാലും നിന്റെ വേദന മറക്കാത്തൊരു ദൈവം, നിന്റെ സങ്കടത്തിൽ നിന്ന് ഉഴലുന്നത് മറക്കാത്തൊരു ദൈവം ഇന്ന് പകലും ഇതിനകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ചരിത്രം എഴുതിയവർ ദാവീദിന് ആ യുദ്ധത്തോടൊക്കെ ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ പലതും അവർ മറച്ചു. അങ്ങനെ ഞാൻ ഇന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം. അന്നത്തേക്ക് അങ്ങനെ അത് കേൾക്കുക. ചരിത്രത്തിൽ ശമൂവേലിന്റെ 2-ാം പുസ്തകം 8-ാം അധ്യായോ 1 ദിനവൃത്താന്തം 18-ാം അധ്യായം വായിച്ചാൽ ഈ പരിഭ്രമം തനിക്ക് ഉണ്ടതായിട്ട് കാണുന്നില്ല.
അവൻ ചെന്നിടത്തൊക്കെ ജയം കൊടുത്ത് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ബലം കൊടുത്ത് തന്റെ പരാക്രമശാലികളായ നായകന്മാരിലൂടെ പിടിച്ചടക്കിയ ഒരു ദാവീദിനെയാണ് രണ്ടു ഭാഗത്തും ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാ നോക്കുമ്പോൾ അതിന് മുമ്പിൽ അവൻ നേരിട്ട് ഒത്തിരി സങ്കടങ്ങൾ ആ യുദ്ധത്തോട് ബന്ധപ്പെട്ട് അവൻ ഏറെ കലങ്ങിപ്പോയ, കുലുങ്ങിപ്പോയ, പരിഭ്രമിച്ചു പോയ, ഭിന്നിച്ചു പോയതുപോലെ, ജനം ക്ഷീണിച്ചു പോയതുപോലെ ഒക്കെ തോന്നുന്ന കുറെ അനുഭവങ്ങൾ എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ഞാൻ വാക്കേറ്റ് പറയുന്നു, ആരും അറിയാത്ത ചില സങ്കടങ്ങൾ, ആരും അറിയാത്ത ചില രഹസ്യ നൊമ്പരങ്ങൾ, ആരും അറിയാത്ത ചില രഹസ്യ ഭാരങ്ങൾ ഇന്ന് പകൽ അഗ്നിജാലക്കത്തുള്ളവന്റെ കണ്ണിന്റെ മുമ്പ് അത് മറവല്ല, അവനത് അറിയുന്നവനാണ്. ഹല്ലേലൂയ. രഹസ്യത്തിലുള്ള നിന്റെ ചില വേദനകൾ, രഹസ്യത്തിലുള്ള നിന്റെ ചില എങ്ങലടികൾ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിഭ്രമത്തിന്റെ വീഞ്ഞ്, പലരും നീ വീഞ്ഞു കുടിച്ചെന്ന ഓർത്ത്, പക്ഷെ ആ വീഞ്ഞ് പരിഭ്രമത്തിന്റെ ആണെന്ന് പരിശുദ്ധാത്മാവേ അറിഞ്ഞുള്ളൂ. രക്തത്താൽ ജയം. പലരുടെ മുമ്പിൽ നീ ചിലതൊക്കെ പാനം ചെയ്യുന്ന പോലെ തോന്നി, അതൊക്കെ നന്മയാണെന്ന് പലരും ഓർത്തത്. എന്നാൽ അതിനകത്ത് ഒളിഞ്ഞു കിടന്ന് ചില പരിഭ്രമങ്ങളും സങ്കടങ്ങളും. ഇന്ന് പകൽ ആരാധനാലയത്തിൽ ഇങ്ങനെയൊക്കെ സംഭ്രമിച്ച് ആരോ ഇരിപ്പുണ്ട്. നീ സംഭ്രമിക്കണ്ട, നീ പരിഭ്രമിക്കണ്ട. നിനക്കൊരു ദൈവമുണ്ട്. നിന്റെ സങ്കടം അറിയുന്നവൻ, നിന്റെ നെടുവേർ പറയുന്നവൻ, നിന്റെ ദീർഘശ്വാസം അറിയുന്നവൻ, അവൻ നിനക്കായി ഉത്തരമരുളും. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് അടുത്ത വാക്ക് പറയാ, വിശുദ്ധിയിൽ ദൈവം അരുളി ചെയ്തതുകൊണ്ട്. ഹല്ലേലൂയ. ഞാൻ പുതിയ നിയമത്തൊരു വാക്ക്, വളരെ പരിചയമുള്ള വാക്ക് ഓർമ്മയിലേക്ക് ദൈവം തരിക. ദാവീദ് ചെറിയൊരു വിടുതൽ പ്രതീക്ഷിച്ചപ്പോൾ ഇനിയുള്ള വാക്യത്തിൽ താഴേക്ക് ഏദോമ്, മോവാബ്, ഗിലെയാദ്, മനശ്ശെ, എബ്രീം, യഹൂദ, യാമീർ എന്നും വേണ്ട കുറെ സ്ഥലങ്ങളുടെ പേര് പറയുക. ഇതിനെയെല്ലാം ദൈവം അവൻ അവകാശമാക്കി കൊടുക്കുന്നത് പോലെ പ്രാർത്ഥിച്ചത് ചെറിയ കാര്യത്തിന് നീ ചോദിച്ചതിലും നീ നനച്ചതിലും അത്യന്തം പരമായി നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയോ നിനക്ക് ചെയ്തു തരാൻ കഴിയുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നത് നിന്റെ ചെറിയ കാര്യമല്ല, നിന്റെ സകല കാര്യവും ചെയ്യും. നിന്റെ സകല കാര്യവും ചെയ്യും. ഹല്ലേലൂയ. രക്തത്താൽ ജയ, രക്തത്താൽ ജയ. സഭാമധ്യം ഞാൻ കേൾക്കുന്ന ദൂത് ഒട്ടും ലജ്ജ കൂടാതെ ഞാൻ വീണ്ടും വിളിച്ചു പറയുക, നീ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് ഒരു ഞെരുക്കത്തിന്റെയും ഇടുക്കത്തിന്റെ നടുവിലായിരിക്കും. പക്ഷെ ആത്മാവ് പറയുന്നു, നീ വിശാലത പ്രാപിക്കും. നിന്റെ അതിരുകൾ അകന്നു പോകും. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. യഹോവയ്ക്ക് നിന്നെ വർദ്ധിപ്പിക്കാൻ പദ്ധതിയുണ്ട്. യഹോവയ്ക്ക് നിന്നെ വലുതാക്കാൻ പദ്ധതിയുണ്ട്. യഹോവയ്ക്ക് നിന്റെ മേൽ അവകാശങ്ങൾ പങ്കിടാൻ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നീ ഭിന്നിച്ചിരിക്കുക എന്നുള്ളതല്ല ദൈവഗീതം. ഭിന്നങ്ങൾ നന്നാകണം, നീ ഒന്നാകണം. അത് ദൈവത്തിന്റെ ഒരു ഭയങ്കര ആഗ്രഹം. ഇന്ന് പകൽ എന്റെ ദൈവം അത് ഇവിടെ ചെയ്യാൻ പോവുക. വേഗത്തിൽ സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് അധികം വാക്യങ്ങൾ പറയാതെ ചില ആശയങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അത് വേഗത്തിൽ സ്വീകരിക്കണം. സ്തോത്രം സ്തോത്രം. ആദാമിൽ നിന്ന് ദൈവം സത്യത്തിൽ മനുഷ്യനെ ചെതറിക്കുകയായിരുന്നു. ഭൂലോകം എങ്ങും കുടിയിരിപ്പാൻ ഒരുവരിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവൻ ഉണ്ടാക്കിയെന്ന വാക്ക് ഞാൻ ഇന്ന് പകൽ നമ്മുടെ വായിച്ച സങ്കീർത്തനത്തോടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ ആ വാക്ക് ഇങ്ങനെ ഒന്ന് പറയുന്നു. ആദാമിൽ നിന്ന് മനുഷ്യനെ മുഴുവൻ ചിതറിച്ചു കളഞ്ഞു ലോകം മുഴുവൻ. ആദാമിനോട് ബന്ധപ്പെട്ടല്ലേ പോലും നോഹയുടെ കാലം കഴിയുമ്പോ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ 7-8 ഒക്കെ വാക്യം വരുമ്പോ കർത്താവ് തന്നെ അവരെ ചിഹ്നിച്ചു കളഞ്ഞു, കലക്കിക്കളഞ്ഞു എന്ന് എഴുതിയിരിക്കുക. സ്തോത്രം സ്തോത്രം. ചില കലക്കങ്ങളൊക്കെ നന്മയാകുന്നതിന് സ്തോത്രം ചെയ്യും.
ചെറുടെ പറഞ്ഞാൽ വിശ്വസിക്കാൻ അതിന്റെ അളവിൽ എത്ര പേർക്ക് പറ്റുമെന്നറിയില്ല. എന്റെ ദൈവം കലക്കത്തിന്റെ ദൈവമല്ല. പക്ഷെ ഞാൻ അതിന്റെ മറവിൽ നിന്നുകൊണ്ട് പറയുന്നു, ദൈവം കലക്കിയാലും അത് നന്മയ്ക്കായിരിക്കും. ദൈവം ഒരു കലക്കം വരുത്തിയാൽ ദോഷത്തിനല്ല, അത് നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. സ്വോത്ര സ്വോത്ര. ബാബേലിനെ സംബന്ധിച്ച് മനുഷ്യന്റെ ഒരു വ്യർത്ഥ ചിന്ത അവരെ ഭരിച്ചു. ദൈവ നടത്തിപ്പിന് വിരുദ്ധമായി അവര് തന്നെ ഒരു കോട്ട പണിത്, ഒരു കോട്ടയ്ക്കകത്ത് ഒതുങ്ങാൻ അവരുടെ ഉള്ളിൽ ഒരു വേണ്ടാത്ത ചിന്ത, ദൈവഹിതമല്ലാത്തത് വരുത്തി തന്റെ ജനത്തെ ഒരു കോട്ടയ്ക്കകത്ത് ഒതുക്കാൻ അവരിൽ ആരൊക്കെയോ പരിശ്രമിക്കുമ്പോൾ, എന്റെ ദൈവത്തിന്റെ പദ്ധതിക്ക് അത് എതിരെന്ന് സ്വർഗം കണ്ടപ്പോൾ സ്വർഗം ഇറങ്ങി വന്ന് ആ കെട്ടുപാടിനെ എന്റെ ദൈവം കലക്കിക്കളയാനിടയാൻ. ഹല്ലേലൂയ. വാക്യം എല്ലാവരും മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോന്നിനെ തൊട്ട് സഭയ്ക്ക് പൊതുവായൊരു ദൂത് പറഞ്ഞു. ഓരോന്നിനെ തൊട്ട് ഞാൻ ഈ ദൂത് പറയാ. നീ എവിടെ ഒതുക്കപ്പെടേണ്ട വ്യക്തിയല്ല, നീ തുറക്കപ്പെടേണ്ട വ്യക്തിയാ. ഏതിന്റെയെങ്കിലും കാരണം പറഞ്ഞ് നിന്നെ ഒതുക്കാൻ ശത്രു മനസ്സിൽ മന്ത്രിക്കുന്നെങ്കിൽ ഈ പകൽ എന്റെ ദൈവം ഒതുക്കുന്ന ദൈവമല്ല, അവൻ നിന്നെ വിശാലതയെ കൊണ്ടുവരുന്ന ദൈവമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്ര സ്തോത്ര. ഇപ്പോ നോഗയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷം വളർന്നു വന്ന തലമുറ അവര് പറയാ, ഇനിയൊരു പ്രശ്നം വന്നിട്ട് നമ്മൾ നശിക്കാതിരിക്കാൻ നമുക്ക് ആകാശത്തോളൊരു ഗോപുരം ഉണ്ടാക്കാം, അതിനകത്ത് കയറി നമുക്ക് പാർക്കാം, എന്നിട്ട് അതിനകത്ത് കഴിയുക. ദൈവത്തിന്റെ പദ്ധതി ഭൂതലമെല്ലാം നിറയുക എന്നുള്ളതാ. ദൈവിക പദ്ധതിക്കെതിരെ നന്മ എന്നുള്ള വ്യാജേന അകത്തു കൊണ്ടുവരുന്ന ശത്രുവിന്റെ തന്ത്രത്തെ ഇന്നു പകൽ സഭ തിരിച്ചറിയണം. ദൈവാത്മാവിന്റെ ചിന്തയല്ലാതെ ഒന്നും എന്നിലും നിങ്ങളിലും വളരാൻ നാം ഇടം കൊടുക്കരുത്. ഒരു അവരുടെ ചിന്താഗതി ഒറ്റ നോട്ടത്തിൽ നല്ലതല്ലേ, നശിക്കാതിരിക്കാൻ, ഒരു ജലപ്രളയം വന്ന മുടിയാതിരിക്കാൻ. പറച്ചിലിൽ നന്മയാ, പക്ഷെ ദൈവഗീതത്തിനെതിരാ. പുതിയ നിയമത്തിനോട് ചേരുന്നൊരു ദൂതും കൂടെ ചേർത്ത് പറയാം. സ്തോത്ര. യേശു കർത്താവിന്റെ അടുക്കൽ വന്ന് അപ്പോസ്തലനായ അല്ലെങ്കിൽ പ്രഥമ ശിഷ്യനായ പത്രോസ് ആ കർത്താവിന് വരുന്ന കഷ്ടാനുഭവങ്ങളൊക്കെ കേട്ടിട്ട് പറഞ്ഞു, നിനക്ക് അങ്ങനെ ഭവിക്കരുത്. പറച്ചില് നന്മയല്ലേ, അതിന് പുറമെ കേട്ടാൽ അത് നന്മയുടെ ഒരു വാക്കല്ലേ, പക്ഷെ അത് ദൈവഗീതത്തിന് വിരുദ്ധവും അത് സാധാന്യമായപ്പോൾ കർത്താവ് അപ്പോഴേ അതിനെ ശാസിച്ചു കളഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 11 കാലായ സമയത്ത് ദൈവഗീതത്തിന് വിരുദ്ധമായി നിന്നിൽ തന്നെ ഉയർന്നു കയറി വരുന്ന ചില ജഡിക സ്വാർത്ഥ ശക്തികൾ ഇപ്പോൾ തന്നെ ശാസിക്കപ്പെടട്ടെ. യേശുവിന്റെ ആത്മാവിന് ഇടം കൊടുക്കുക. യേശുവിന്റെ ആത്മാവ് നിന്നെ വിശാലതയിലേക്ക് നടത്തുകയാണ്. ദൈവത്തിന്റെ പദ്ധതി നീ ഒതുങ്ങുക എന്നല്ല, ദൈവത്തിന്റെ പദ്ധതി നിന്നെ വിശാലമാക്കുക എന്ന. പക്ഷെ നന്മയുടെ ഒരു വ്യാജത്തിൽ വന്നിട്ട് അവരെ ഇപ്പോൾ അതിനകത്ത് ഒതുക്കാൻ അവരെന്തൊക്കെയോ ചെയ്തും തുടങ്ങി. അധികം ഞാൻ വിവേചിച്ച് കയറുന്നില്ല. ആത്മാവ് ഓരോ വാക്ക് പറയുമ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാ. എന്തൊക്കെയോ പണി തുടങ്ങി, ദൈവഗീതത്തിന് വിരുദ്ധമായ എന്തൊക്കെയോ പണി തുടങ്ങി. പക്ഷെ ആ പണി വളരാൻ എന്റെ ദൈവം അനുവദിക്കില്ല. എല്ലാവരും ആത്മാവിൽ ഒന്നായി നിൽക്കുന്നെങ്കിൽ ഒന്നിച്ചു പ്രാർത്ഥിച്ചോ. ദൈവസഭയുടെ വളർച്ചയ്ക്ക്, ആത്മീയ പുരോഗതിക്ക്, ദൈവഹിതത്തിന്റെ യാത്രയ്ക്ക് തടസ്സമായി ചിന്തിച്ചു കൂട്ടുന്ന സകല ബാധശക്തികളും ഈ സഭ മധ്യേ ശാസിക്കപ്പെടണം. ഹല്ലേലൂയ. ഇപ്പോ അതിന് കർത്താവ് നോക്കിയിട്ട് ഇവരത് ചെയ്യുന്നുണ്ടപ്പോ കർത്താവ് ഇറങ്ങി വന്നു. 11 7-8 വാക്യം എന്റെ ഓർമ്മ. ഒന്ന് വായിച്ചോ. ആ ആ ആ അടുത്തത് ആ ചിഹ്നിച്ചു, ആ വിട്ടുകളഞ്ഞു, ആ
സാർവഭൂമിയിലെ ഭാഷ അവിടെ വെച്ച് ദൈവം കലക്കി കളഞ്ഞു. അതിന് ബാബേൽ എന്ന് പേരായി. മുൻപ് കേട്ട വാക്കോർക്കണം, ദൈവഹിതമല്ലാത്ത ചിലതിനെ ദൈവം തന്നെ ചിതറിപ്പിച്ചു കളയും. ചില ചിതറിപ്പുകളും ചില കലക്കങ്ങളും ദൈവമക്കൾക്ക് വിടുതലേ ആയി വരാവും. സ്തോത്രം സ്തോത്രം. ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് അസാധ്യം. ലൂക്കോസ് 17:1, മത്തായി 18:7, 1 കൊരിന്തി 11:19 ഈ 2-3 വാക്യമൊക്കെ ചേർത്ത് വായിച്ചാൽ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് അസാധ്യം. ഏതെങ്കിലും ഒരു വാക്യെങ്കിലും വായിച്ച ഞാൻ ഈ പറഞ്ഞത്. ലൂക്കോസ് 17:1. ഇടർച്ച വരാതിരിക്കുന്നത് അസാധ്യം. അപ്പോ കർത്താവ് തന്നെ പറഞ്ഞ വാക്കായതുകൊണ്ട് എത്ര സഭ നോക്കിയാലും, എത്ര നമ്മൾ ഉപവസിച്ചാലും, എത്ര നമ്മൾ ജാഗരിച്ചു നിന്നാലും ഇടർച്ചകൾ വരും. ഇടർച്ചകൾ വരാതിരിക്കുന്നത്, ഇടർച്ച വരുത്തരുന്ന വചനം. പക്ഷേ ബൈബിള് പറയുന്ന ഇടർച്ച വരാതിരിക്കുന്നത്. ഇത് കർത്താവ് അസാധ്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കിയാൽ നടക്കുമോ? അപ്പൊ എന്നെ നോക്കിയാലും എന്നതേലൊരു പ്രശ്നം വരും. അപ്പൊ ഈ ദൈവം ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ എന്തിനാ? നമ്മുടെ ബലഹീനത വെളിപ്പെടുത്താനല്ല, നീ തികഞ്ഞവനായോ എന്ന് ദൈവത്തിന് തെളിയിക്കാൻ വേണ്ടിയ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം, അല്ലേ? അപ്പൊ ദൈവം അനുവദിക്കും ചില പരീക്ഷ. നീ ശരിയായോ? നിനക്ക് ക്ഷമയുണ്ടോ? സ്തോത്രം. ഇവിടെ ഇരുന്ന് നമ്മൾ ഈ തുള്ളും ചാടുകയൊക്കെ ചെയ്യുമ്പോ നമ്മുടെ അകത്ത് മറഞ്ഞു കിടക്കുന്ന വേറൊരു സാധനമുണ്ട്. അത് ചത്തോ ഇല്ലോ എന്നറിയാൻ ചില സമയത്തൊക്കെ ചില പോരാട്ടം ദൈവം കൊണ്ടുവരും, അനുവദിച്ചിട്ട് വരും. നീ ദൈവസേന ഒന്നും കൂടെ താഴ്. അപ്പൊ ഞാൻ വീണ്ടും സമർപ്പിക്കുന്നു, എനിക്ക് ജയം പ്രാപിക്കുന്ന ഗണത്തിലാകണം. ഞാൻ തോറ്റ് നിലവിളിക്കുന്ന ഗണത്തിലാകല്ല, ഏത് പരീക്ഷ വന്നാലും ജയിക്കുന്ന ഗണത്തിലാകണം എന്ന് ഇന്ന് പകലൊന്ന് സമർപ്പിക്കാൻ എത്ര പേരുണ്ട്? ഇതിനകത്ത് വേണ്ടത് കൊള്ളാകുന്നവരെയാണ്. ഇതിനകത്ത് തികഞ്ഞവരാണ് വരേണ്ടത്. സഭയ്ക്കകത്ത് വേണ്ടത് ആത്മാവിൽ ജയം പ്രാപിച്ചവരാണ്. ഓരോ പരീക്ഷ വരുമ്പോഴും തോറ്റുപോകുന്നവരല്ല സഭയ്ക്കകത്ത് വളരേണ്ടത്. സഭയ്ക്കകത്ത് വളരേണ്ടത് ഓരോ ദിവസം ചെല്ലും തോറും ജയം പ്രാപിക്കുന്നവരാകണം. ഞങ്ങളുടെ ഭിന്നങ്ങളെ നന്നാക്കണമേ. നമ്മുടെ ദൈവത്തിന്റെ ആഗ്രഹം ഭിന്നിക്കുക എന്നുള്ളതല്ല, ഒന്നാകുക എന്നുള്ളത്. എല്ലാവരും ഒന്ന് സഹകരിക്കണേ. ഞാൻ കേട്ടതും എൻ്റെ ഉള്ളിൽ ഈ വചനം ധ്യാനിച്ചപ്പോൾ ദൈവം ഓർമ്മ തന്നുമായി കുറെ ചരിത്രം കൂടെ ഒക്കെ ഇപ്പൊ ചേർത്ത് പറയുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പൊ എത്ര ജില്ലയുണ്ട്? സ്തോത്രം. എനിക്ക് ആ കൂടെ അറിയാവുന്ന അതൊക്കെ ഉള്ളൂ. മറ്റേ സംസ്ഥാനത്ത് ജില്ലയൊന്നും എന്നോട് ചോദിക്കല്ലേ. കേരളത്തിൽ നമുക്ക് എത്ര ജില്ലയുണ്ട്? എനിക്ക് കൃത്യമായിട്ട് അറിയാം, 14 ജില്ല. അതിൽ കൂടുതലല്ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ കേരളം നേരത്തെ ഇതുപോലെ അല്ലായിരുന്നു എന്നൊക്കെ നമ്മളെ ചരിത്രം പഠിപ്പിച്ചേക്കുന്നു, അല്ലേ? കുറഞ്ഞ പക്ഷേ ഇതൊരു 3 ഒത്തിരി നാട്ടുരാജാക്കന്മാരുണ്ട്. ഇപ്പോഴത്തേക്ക് ഒരു 3 നാട്ട് തിരിക്കുക. ഈ തെക്കൻ തിരുവിതാംകൂർ, മധ്യൻ തിരുവിതാംകൂർ, വടക്കൻ തിരുവിതാംകൂർ എന്നൊക്കെ പറയുന്ന ചില രാജാക്കന്മാരുടെയും ചില പ്രമാണിമാരുടെയും ഒക്കെ കൈവശമാണ് ഇത് ഒരു കാലത്ത് കിടന്നിരുന്നത്. അങ്ങനെ തമ്മിലടിച്ച് അവരങ്ങോട്ടും ഇങ്ങോട്ടും പോർ വിളിച്ചപ്പോഴാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ തന്നെ ഇതുപോലെ ഈ 28 സംസ്ഥാനം എല്ലാം കൂടെ ചേർന്ന് കിടന്ന ഒന്നായിരുന്നില്ല ഇന്ത്യ, അല്ലേ? പല പല ചെറിയ നാട്ടുരാജ്യങ്ങൾ ചെതറിക്കിടന്ന ഒരു കാലഘട്ടം ഇന്ത്യക്കുണ്ട്. അങ്ങനെ ചെതറിക്കിടന്നവർ ചെതറിവ തമ്മിൽ അടിച്ചപ്പോൾ ആമ്പിള്ളാർ വന്ന് നമ്മളെ വാഴാൻ വന്നേ. ബ്രിട്ടീഷുകാരൊക്കെ വന്ന് നമ്മളെ വാണത് വെറുതെ വാണതല്ല, ഇവിടെ തമ്മിൽ അടി പിടിച്ചപ്പോ മറ്റോമാർക്ക് കയറി വരാൻ സാധ്യതയുണ്ടായി. കറിയാച്ചൻ അവനെ സഹായിക്കാൻ ബ്രിട്ടീഷിലെ കുഞ്ഞാപ്പനെ വിളിച്ചു. ബ്രിട്ടീഷിലെ കുഞ്ഞാപ്പൻ വന്ന കറിയാച്ചൻ സഹായിച്ചിട്ട് ചാക്കോച്ചനെ അവരടിച്ചു. അപ്പോ ഇപ്പൊ കറിയാച്ചനും അവിടെ നിന്ന കുഞ്ഞാപ്പനും കൂടെ ചേർന്ന് അവരൊരു സൈസായി, അവരൊരു സെറ്റായി.
ഇവിടെ ചാക്കോച്ചൻ തോറ്റു. അപ്പൊ ചാക്കോച്ചന് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റുമോ? ചാക്കോച്ചൻ അപ്പോ അടുത്ത പുള്ളിയെ വിളിച്ചു. കറിയാച്ചൻ കുഞ്ഞാപ്പനെ വിളിച്ച ഞാൻ അതിന്റെ അപ്പാപ്പനെ വിളിക്കുമെന്ന് പറഞ്ഞ് അവൻ വേറെ ആളെ വിളിച്ചു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടു രാജാക്കന്മാർ തമ്മിൽ അടിച്ചടിച്ചാണ് നമ്മുടെ ഐക്യത പോയിട്ട് നമ്മുടെ രാജ്യത്തെ മുഴുവൻ ആമ്പിള്ളാർ വാണു. എന്നാൽ മഹാത്മാഗാന്ധിയെ പോലെ സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ഒക്കെയുള്ള വീര നായകന്മാർ സമയത്ത് എഴുന്നേറ്റ് വന്ന് രാജ്യത്തിനേക ഉള്ളിൽ കത്തിപ്പടർന്നപ്പോൾ അവരെല്ലാറ്റും കൂടെ ഒന്നാക്കിക്കൊണ്ടുവന്ന് ഇന്നുള്ള രൂപത്തിലല്ലേ പോലും രാജ്യത്തെ അവർ ഒന്നാക്കിക്കൊണ്ടുവന്ന് രാജ്യത്തിന് വേണ്ടി ജനം ഒന്നായി പടവട്ട നിന്നപ്പോൾ ബ്രിട്ടീഷൊക്കെ ഇവിടെ നിന്ന് ഓടിപ്പോയത് ശരിയാണെങ്കിൽ ഭിന്നിച്ച് നിന്നാൽ സാത്താൻ അകത്ത് കയറും. സഭ ആത്മാവിൽ ഒന്നിച്ച് നിന്നാൽ ഓടിപ്പോകേണ്ട ശത്രു സൈന്യമല്ല ഓടിപ്പോകാനിടയാകും. ബൈബിളും അതല്ലേ പറയുന്നത്, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇന്ന് പകലും ആത്മാവിൽ ഐക്യതയുള്ളവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പിശാചിനിടം കൊടുക്കാതെ ആത്മാവിൽ ഒന്നായി നിന്ന് ഒന്നിച്ച് നിന്നാൽ സഭയ്ക്കകത്ത് ഭയങ്കര ജയം തരും. നമ്മുടെ ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ ഒന്നായി നിൽക്കണമെന്ന്. നമ്മളെല്ലാം ഏക ശരീരമായി വിളിക്കപ്പെട്ടെന്ന്. ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു കർത്താവിന്റെ ഒരു മഹാപുരോഹിത പ്രാർത്ഥന എന്ന പേരിൽ രേഖപ്പെടുത്തിയൊരു പ്രാർത്ഥനയുണ്ട്. അതിലേക്കൊന്ന് മുഖ്യ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്കൊന്ന് കടന്നേ. അതിലെ 1, 2, 3 വാക്യങ്ങളൊന്ന് വായിച്ചേ. 11-ാം വാക്യം ആദ്യം ഒന്ന് വായിച്ചേ. 11. അവർ നമ്മെ പോലെ. ഇനി 21-ാം വാക്യം വായിച്ചേ. 21 എന്നും അവരെല്ലാവരും ഒന്നാകേണ്ടതിന്. ഇനി 23 വായിച്ചു. ഇനി 23 വായിച്ചു. എന്നും അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവര് ഒന്നാകേണ്ടതിന്. ഈ വാക്യങ്ങൾ 2-3 വാക്യം വായിച്ചപ്പോ യേശു കർത്താവിന്റെ ഒരു മനസ്സിന്റെ അകത്തുനിന്ന് കയറിയ പ്രാർത്ഥന കേട്ടോ. സ്തോത്രം. പിതാവിനോട് കരയുക, പിതാവേ, ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ ഈ ജനവും നമ്മളിൽ ഒന്നായി വരണം. സ്തോത്രം. ഈ കാണുന്ന ലോകവും കാണാപ്പെടാത്ത ലോകത്തില് ഏറ്റവും വലിയ ശക്തി ആരാന്ന് ചോദിച്ചാൽ അത് നാം ആരാധിക്കുന്ന നമ്മുടെ സ്വർഗസ്ഥ പിതാവാണ്. അവന് തുല്യം പറയാൻ വേറെ ആരുമില്ല. ആ പിതാവിനോട് ബലഹീനരായ നമ്മളെ ചേർക്കാൻ തന്റെ ഓമനപുത്രനായ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ഈ ഭൂമിയിൽ ഇരുന്ന് ആ പിതാവിനോട് പ്രാർത്ഥിക്കുക, ആ മഹാശക്തിയോട് ചേർത്ത് ഈ സാധുക്കളെയും കൂടെ ഒന്നാക്കി മാറ്റണമേ. നിനക്ക് അകത്ത് ഇതിന്റെ രഹസ്യം വെളിപ്പെടണം കേട്ടോ. ചുമ്മാ ഒരു വാക്ക് കേട്ടാൽ നിനക്ക് ഇതിലെ സന്തോഷം വരില്ല. മനസ്സ് അവിടെ ഇവിടെ വെട്ടിച്ച് ചുമ്മാ കാതുകൊണ്ട് ഇത് കേക്കല്ല്. നീ ഒരു ബന്ധത്തിലേക്ക് കയറണം. യേശുവിന്റെ നാമത്തിൽ നമ്മൾ ആദ്യം കേട്ട ദൂത് പോലെ നമ്മൾ തകർന്നവരാണ്, ചിന്നിപ്പോയവരാണ്, ഉടഞ്ഞു പോയവരാണ്. പക്ഷെ ഇന്ന് പകൽ നമ്മുടെ പക്ഷം ചേരാൻ ഏറ്റവും ബലവാനായ ഒരുവൻ, ഏറ്റവും ശക്തനായ ഒരുവൻ, ഏറ്റവും നിറവായ ഒരുവൻ, തുല്യം പറയാൻ വേറെ ആരുമില്ലാത്തൊരു നമുക്ക് തുണയായി വരികയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ വാക്ക് പറയുമ്പോൾ ഇവിടെ ദൂതഗണങ്ങൾ ഇറങ്ങുന്നത് പോലെ, ആരുടെയൊക്കെ അടുക്കൽ നിന്നുകൊണ്ട് ആരെയൊക്കെ ശക്തീകരിക്കുന്നത് പോലെ ഒരാത്മീയ അനുഭവം എൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്. ഉദരവദന ഹർഷസ്തരാദിയ, നീ അനാഥനല്ലെന്ന്, നീ ഏകയല്ലെന്ന്, നീ തകർന്നു പോയ വ്യക്തിയല്ലെന്ന്, യഹോവ നിനക്ക് വേണ്ടി സഹായമായി വരുമെന്ന് ഇന്ന് പകൽ നീ വിശ്വസിച്ച് ആ നല്ല കർത്താവിനോട് ചേർന്ന് അവനൊരു മഹത്വം കൊടുത്ത്
ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഏറ്റവും വലിയ ശക്തിയാണ് മരണം. ആ മരണത്തെ ജയിച്ചിട്ട് യേശു കർത്താവ് വെളിപ്പാടിൽ ഒരു വാക്യം പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. കരയുന്ന യോഹന്നാനെ, ഇന്ന് പകൽ നീ ഏതിനെയാ ഭയപ്പെടുന്നത്? നീ ഏതിനെ ഓർത്ത് ആകുലപ്പെടുന്നത്? ആ ജയം പ്രാപിച്ച താക്കോൽ ഇന്ന് പകൽ അവന്റെ കയ്യിലുള്ളത്. നീ ഒന്ന് കണ്ട വിശ്വാസത്താൽ നിന്റെ വിഷയം ഏതാ നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത്, ഏതാ നിനക്ക് ജയിക്കാൻ പറ്റാത്തത്, അതിന്റെ മേൽ യേശു കർത്താവ് ഇന്ന് പകൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ആ യേശു കർത്താവ് പിതാവിനോട് പറയാ, പിതാവേ, ഞാനും അങ്ങ് ഒന്നായിരിക്കുന്ന പോലെ ഇവരും നമ്മളിൽ ഈ ബലമില്ലാത്തതിനെ ചേർക്കാൻ അവൻ ഇഷ്ടം തോന്നിയല്ലോ അല്ലേ? ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ഈ ശിശുക്കൾക്ക്. അപ്പൊ ഈ സത്യമൊക്കെ വെളിപ്പെട്ടത് ആർക്കേ വെളിപ്പെട്ടിട്ടുള്ളൂ? കുറെ ബലഹീനർക്ക്, ശിശുക്കൾക്ക് വെളിപ്പെട്ടിട്ടു. ഇവിടുത്തെ ഉന്നതന്മാരും ശക്തന്മാരും പലരും ഇത് അറിയാതിരിക്കുമ്പോൾ നമ്മളെ അവന്റെ പക്ഷത്ത് ചേർത്ത് ഏറ്റവും വലിയൊരു ശക്തിയുടെ കൂട്ടാളികളാക്കാൻ യഹോവയ്ക്ക് പ്രസാദം തോന്നി എന്ന് പറഞ്ഞാൽ എത്ര പേരത് വിശ്വസിച്ച് സ്തോത്രം ചെയ്യും? ഒന്ന് രണ്ട് വാക്കൊന്ന് കേട്ട്. എന്റെ കർത്താവ് ഏറ്റവും സർവശക്തനല്ലേ? അവനേക്കാൾ സമ്പന്നൻ വേറെ ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം, സ്തോത്രം. ഇനി ഏറെ എന്തൊക്കെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും? എല്ലാം വെച്ച് നോക്ക്. എന്റെ ദൈവത്തെക്കാൾ വലിയവൻ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയെങ്കിൽ എല്ലാറ്റിനും മേലായവന്റെ കൂടെ നമ്മളെയും ചേർത്ത് നിർത്താൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ ഇന്ന് നീ ബലഹീനയല്ല, ഇന്ന് നീ ബലഹീനനല്ല. അവന്റെ ബലം നിന്നിൽ പകർന്നിട്ട് നിന്നെ അവന്റെ ശക്തിയാൽ നടത്താൻ അവൻ മതിയായ ദൈവം. ഹല്ലേലൂയ. ഈ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഏത് തീക്കാ നിന്നെ ദഹിപ്പിക്കാൻ പറ്റുന്നത്? ഈ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് നദിക്കാ നിന്നെ മുക്കാൻ കഴിയുന്നത്? ഈ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് കാരാഗ്രഹത്തിന് നിന്നെ ബന്ധിക്കാൻ പറ്റുന്നത്? ഈ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് സിംഹത്തിന് നിന്നെ വിഴുങ്ങാൻ പറ്റുന്നത്? ഏത് ശക്തിക്ക് നിന്നെ തോൽപ്പിക്കാൻ പറ്റുന്നത്? അവൻ ബലവാനായി വരിക. ഈ ഒരു വെളിപ്പാട് എല്ലാവരിലേക്കും ഒന്ന് വരണം കേട്ടോ. സ്വത്ര, നീ അവനുമായി ഒന്നാണ്. ഈ ചെതറിക്കിടന്ന നാട്ടുരാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒറ്റ രാജ്യമായി ഭാരതം. മുമ്പേ പറഞ്ഞ വാക്കിനോട് ചേർത്ത് ഞാൻ പറയുക, ഇന്ന് ഭാരതം ലോകത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാവുന്ന ഒരു ഗണത്തിൽ വന്നത് ഭരണകർത്താക്കളുടെ നേട്ടമൊന്നും ഞാൻ അഭിമാനിക്കുന്നില്ല, ജനം ഒന്നായി നിന്നതുകൊണ്ട്. ഈ ജനം ഭിന്നിച്ചാൽ ഒരു ഭരണകർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ വിശ്വാസ പ്രമാണമൊന്നും അല്ലെങ്കിലും നമ്മളൊക്കെ അസംബ്ലിയിൽ നിന്നിട്ടൊരു വാക്യം വിളിച്ചു പറഞ്ഞായിരുന്നല്ലേ, പ്രതിജ്ഞ അല്ലേ, ഞാൻ ഭാരതീയനാണ് അല്ലേ? എല്ലാ ഭാരതീയരും സ്വോത്രം സ്വോത്രം ആ ഒരു എവിടെയോ ഒരു ബന്ധം കിടപ്പുണ്ട്. ഈ രാജ്യം ഇങ്ങനെ ഒന്നായിട്ട് നിൽക്കുമ്പോ നമ്മളിന്ന് ഭാരതീയൻ എന്ന് പറയുന്നതിന് നാണക്കേടൊന്നും ആരും ഓർക്കല്ല. ഇത് നമ്മുടെ അഭിമാനം, അത് നമ്മുടെ അഭിമാനം. ആ ത്രിവർണ കൊടിയൊക്കെ കാണുമ്പോ അതൊക്കെ നമുക്കൊരു ചങ്ക് തിളപ്പിന്റെ, നമ്മുടെ കൊടിയെ പോലെ അന്തസ്സുള്ള കൊടി നാട്ടിൽ വേറെ ഏതാ ഉള്ളു? നേരിട്ട് കെട്ടണം. അപ്പൊ നമ്മുടെ ഭാരതത്തിന്റെ കൊടി ഉയർന്നിരിക്കുമ്പോ ഒരു ചന്തമുണ്ട് അതിന്. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഒന്നാക്കി കൊണ്ടുവരണം, ഒന്നാകണം. ഇപ്പൊ ഇങ്ങനെ ചെതറിയത് ഒന്നായപ്പോ ഇന്ന് ഇതൊരു ശക്തിയായി. ഉന്നതന്മാർ നമ്മുടെ പ്രധാനമന്ത്രിയോടും ചിലതൊക്കെ വിളിച്ച് ചോദിക്കാവുന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിനൊരു ബലം വന്നെങ്കിൽ, ഐക്യതയാണ് ഇതിനൊക്കെ കാരണമെങ്കിൽ ദൈവസഭ എത്രയധികം ഐക്യമുള്ളവരായി നിൽക്കണം. ഇതിനകത്ത് ഭിന്നിപ്പ് വന്നാൽ സാത്താൻ കയറി മേയും. പക്ഷെ ജനം ഒന്നിച്ചു നിന്നാൽ ഐക്യതയുടെ ദാതാവായ, ഒരു മനസ്സിന്റെ ദാതാവായ എന്റെ സ്വർഗ്ഗസ്ഥ പിതാവ് എല്ലായിടത്തും എല്ലായ്പ്പോഴും നമ്മളെ ജയത്തോടെ നടത്താൻ അവൻ ശക്തിയുള്ള ദൈവമാണ്. നാം ക്രിസ്തുവിൽ ഏക ശരീരമാണ്. എത്ര പേര് വിശ്വസിക്കുന്നത്? ക്രിസ്തു തലയും
നമ്മൾ ശരീരത്തിന്റെ പല അവയവങ്ങളുമായ ഒറ്റ ശരീരം. കൊരിന്ത്യ ലേഖനത്തിലൊക്കെ വാക്കുണ്ട്, 12 കിടപ്പുണ്ട്, 11 കിടപ്പുണ്ട്, ഗലാത്യ ലേഖനം 3 അധ്യായത്തിലുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ക്രിസ്തുവിൽ നമ്മൾ ഒന്നായി നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇനി വിശ്വസിക്കേണ്ടത്, ക്രിസ്തുവിന് എന്ത് ശക്തിയുണ്ടോ ആ ശക്തി അതുപോലെ ആരിൽ വ്യാപരിക്കണം? നമ്മിലെല്ലാം വ്യാപരിക്കണം. സ്തോത്രം. വ്യാപരിക്കാത്തതിന്റെ കാര്യം ക്രിസ്തുവിന്റെ സ്വഭാവം മുഴുവൻ നിറയാത്തോണ്ട്. ക്രിസ്തുവിന്റെ സ്വഭാവം മുഴുവൻ നിറഞ്ഞാൽ ശക്തി ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. നമുക്ക് പലർക്കും ക്രിസ്തുവിന്റെ സ്വഭാവം വേണ്ട, ശക്തി തന്നേക്കാനാ പറയുന്നത്. ഒരു കാലത്തും കിട്ടുകയില്ല. സ്വഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം എടുത്തോ, നീ അറിയാതെ ദൈവശക്തി വന്നിരിക്കും. ഒരിക്കൽ കൂടി ഒന്ന് സ്തോത്രം ചെയ്തേ. ഞാന് ഒരു സഹോദരൻ ഇന്ന് രാവിലെ, എനിക്ക് കുറെ വർഷം പരിചയമുള്ള ഒരു പെന്തിക്കോസുകാരനെ, പക്ഷെ എവിടെ വെച്ചൊരു ക്ഷീണിച്ചൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവൻ രോഗിയാണ്. ഇന്ന് രാവിലെ പതിവില്ലാതെ വിളിക്കുക, ഏലപ്പാറയ്ക്കടുത്ത് വിളിക്കുക, എപ്പോഴാ സഭ എന്ന് പറയാം. അപ്പൊ ഞാനത് വരാനാണോ? ഇല്ല പക്ഷേ വരാനല്ല, അവൻ കിഡ്നി രോഗിയാന്ന് എനിക്കറിയാം. സ്വത്ര ഞാനൊരു ചിത്രപ്പെട്ട സൗഖ്യമായിട്ട് ഇവിടെ വരാനല്ല, പക്ഷേ നിങ്ങളുടെ യോഗ സ്ഥലത്ത് ആമൻ നിങ്ങളൊന്ന് ആരാധന നടുവിൽ എൻ്റെ പേരും കൂടെ പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. അവൻ അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് ഇന്ന് പകൽ. ഇതെല്ലാം ഒറ്റ ശരീരമല്ലേ? യേശുവിന്റെ നാമത്തിൽ എല്ലാം ഒറ്റ ശരീരമല്ലേ? പറഞ്ഞു വന്ന് ഇപ്പോഴാണ് ഞാനത് ഓർമ്മയിൽ വന്നേ. ആ സാബുവിനെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്ത്. നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരിക്കാം, അവൻ ഏലപ്പറയ്ക്കടുത്ത് ആ 4 മൈലിനടുത്ത് എവിടെയോ താമസിക്കുന്നത്. അവൻ ഇപ്പോഴത്തെ വീടും എനിക്കറിയില്ല, പക്ഷെ യേശുവിനെ അറിയാം. അവൻ പറയുന്നു, ഇവിടെ സഭ പ്രാർത്ഥിച്ചാൽ അവൻ അവിടെ വിടുതലുണ്ടാകുമെന്ന്. അതാ ദൈവശക്തി, അതാ ദൈവശക്തി. ഇപ്പോൾ ആ സാബുവിന്റെ മേൽ യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാലുള്ള ഒരു ദൈവിക പ്രവർത്തി നടക്കട്ടെ. അവൻ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം അറിയട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമുക്കൊന്നും ശക്തിയില്ല. ശ്രീജസവരുടെ നാത്തൂൻ ഒന്നും തിന്നാൻ മേലാതിരുന്നാല് സ്തോത്രം, എന്നാ തിന്നാലും ഛർദ്ദിക്കും. സഭ ഇവിടെ പറഞ്ഞു പ്രാർത്ഥിച്ചു, ഇപ്പോൾ എന്നാ വേണ തിന്നാന്ന്. കഴിഞ്ഞ ദിവസം കേട്ട്, ഞങ്ങൾ ചെന്നപ്പോ എഴുന്നേക്കാൻ പോലും പറ്റില്ല. ആരോ എഴുന്നേപ്പിച്ച് ഈയിടെ സഹോദരി ചെന്നപ്പോ കാണുന്നത് തന്നെ എഴുന്നേറ്റ് മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമല്ലേ? പക്ഷെ നമ്മൾ വിശ്വസിക്കുക, പ്രാർത്ഥിച്ചാൽ ഒരു വിടുതലുണ്ട്. ഞാൻ പലവട്ടം ഈ സഭയെ പറഞ്ഞൊരു ബ്രദറാ ജോബി, ഇന്നലെ ഞാൻ വിളിച്ചു. അവനെ ദൈവം അത്ഭുതമായി വിടുവിച്ചുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യ ശരീരത്തിൽ ഇതിപ്പര ഒരു കൗണ്ട് താഴാനില്ല, അത്രയും താന്നാ മരിച്ചു പോകും. 1000 വരെ ക്യാൻസർ കൂടിയിട്ട് കൗണ്ട് 1.5 ലക്ഷം കിടക്കേണ്ട സാധനം ക്യാൻസർ തിന്ന് 1000 പോയി. ഡോക്ടർ എല്ലാവരോടും പറഞ്ഞല്ല, ഇനി വേണേ അവൻ ചോദിക്കുന്നു കൊടുത്തോ, തിന്ന് മരിച്ചോട്ടെ. കാണാനുള്ളവരെല്ലാം വന്ന് കണ്ടു, ഒത്തിരി പേരൊക്കെ ചെന്ന് കണ്ടു. പക്ഷെ സഭ അവിടെ വെളിങ്ങളിൽ പ്രാർത്ഥിച്ചു, ദൈവനെ മടക്കി വരുത്തി. ഞാൻ ഇന്നലെ വിളിക്കുമ്പോൾ അവന്റെ കൗണ്ട് 33,000 കൊണ്ടുവന്നു ദൈവം. ഓ, ചേർന്നൊന്ന് സ്വോത്രം ചെയ്യ. അവന്റെ കാലിലെ തൊടയില് ചുമ്മാ പഴുപ്പല്ല, പഴുത്തിട്ട് അത്രയും ഭാഗത്തെ ദശ അങ്ങനെ പോയി, അകത്തുനിന്ന് അങ്ങനെ പഴുത്തടന്നങ്ങ് പോയി. ഒരു വലിയ, എന്റെ മൊബൈലിൽ ചിലപ്പോൾ ഇപ്പോഴും ഫോട്ടോ കാണും, ഒന്നേ ഞാൻ നോക്കിയുള്ളൂ, മൊബൈലിൽ ഒന്നേ നോക്കിയുള്ളൂ. സ്വോത്ര. ഇപ്പൊ അവൻ പറയാ അത് കരിഞ്ഞു വരുന്നുണ്ട് അച്ഛാ, കരിഞ്ഞു വരുന്നുണ്ട്. ചേർന്ന് സ്വോത്രം ചെയ്ത്. നീ എന്തിനത് ഇവിടെ പറയും? നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചതല്ലേ? നിങ്ങളുടെ കൊച്ചു പ്രാർത്ഥന കേൾക്കാൻ ദൈവം ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിന്റെ ശക്തി അതിന്നും വ്യാപരിക്കുകയാണ്. കർത്താവിന് കഴിയാത്തതൊന്നുമില്ല. നീ ഒന്നാകണം, ക്രിസ്തുവിൽ നീ ഒന്നായി നിൽക്കണം. നീ പലരായ നാം ക്രിസ്തുവിൽ ഒന്നാകണം. ഇനി പലതായാൽ നീ ബലഹീനപ്പെടും. ദ്വീപുകളുണ്ട്, ഐലൻഡുകൾ, ഐലൻഡ് എന്നൊക്കെയാ പറയുന്നല്ലേ, പല ദ്വീപുകൾ. ഇന്ന് ഈ മനുഷ്യനല്ല ഇങ്ങനെ ദ്വീപ് പോലെ പിരിഞ്ഞു കിടക്കുക. പക്ഷേ ഈ ചിലടത്തൊക്കെ ചിലത് തമ്മിൽ അലയൻസ് ആവും, ഒന്നാവും. രാജ്യത്തിപ്പോ ലോകത്തിപ്പോ ഒരു ശക്തിയുണ്ട്, നാറ്റോ സഖ്യം എന്നൊക്കെ പറയുന്നത്. 30-30ലധികമോ രാജ്യങ്ങൾ ഒന്നായിട്ട് നിൽക്കുക. അവൻ അതിൽ ആരെങ്കിലും ഒരുത്തം തൊട്ടാൽ ആ 33 കൂടെ കയറി വന്ന് ആക്രമണം. എനിക്ക് പ്രമാണവും നിയമമൊക്കെ ഉണ്ട് കേട്ടോ, ദൈവത്തിന് സ്തോത്രം. അപ്പോ അവരെ അതുകൊണ്ട് പെട്ടെന്നൊന്നും കയറി ആരും എന്ത് ചെയ്യല,
ആക്രമിക്കില്ല. ഇവിടുത്തെ ഒരു നാറ്റോ സഖ്യത്തിന് അത്ര ശക്തിയുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ സകലത്തെ ഉളവാക്കിയ ഭൂമിയെയും സ്വർഗത്തെയും ആകാശത്തെയും സമുദ്രത്തെയും സകലത്തെയും പടച്ച കർത്താവ്, സകലത്തെ ഉരുവാക്കിയ കർത്താവ്, അവൻ നമ്മുടെ അപ്പനാണെങ്കിൽ അവനോട് നമ്മെ ചേർത്തെങ്കിൽ എന്റെ കുഞ്ഞ്, നീ ബലഹീനനല്ല, നീ ബലഹീനനല്ല. നിന്റെ അപ്പൻ ശക്തനാകയാൽ നാമം ശക്തനാണ്. ഹല്ലേലൂയ. യോഹന്നാൻ ലേഖനത്തിൽ എന്താ പറഞ്ഞേ? നിങ്ങൾ ശക്തരാകയാൽ. സ്തോത്രം, സ്തോത്രം. ദൈവം നമുക്ക് സാക്ഷി പറയുക. നമ്മൾ പറയുന്നത് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, എനിക്ക് പാടാൻ അറിയില്ല, എനിക്ക് പലതും അറിയില്ല. പക്ഷെ ദൈവം നിന്നെ നോക്കി സാക്ഷ്യം പറയുന്നു. നീ ആരാ? നീ ശക്തനാണ്. എങ്ങനെ നീ ശക്തനായി? പിതാവിനെ അറിഞ്ഞിരിക്കുകയാൽ, നീ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാൽ, വചനം നിന്നെ വാഴുകയാൽ, നീ ജയിച്ചിരിക്കുകയാൽ. ആ പദം നിർത്താം. ഇനി ഒന്നായി മാറിയാൽ 4-ാം വാക്യത്തിലെ വാക്ക് ഒരു കൊടി അവൻ നൽകും. ഈ സഭായോഗത്തിൽ വന്ന ആരും വെറും കൈയോട് ഇവിടുന്ന് പോകരുത്. അവൻ സത്യം നിമിത്തം ഉയർത്തേണ്ടവന് ഭക്തന്മാർക്ക് അവനൊരു കൊടി നൽകിയിരിക്കുന്നു. അപ്പൊ ഈ നൽകുന്നത് ആരാ? ദൈവമല്ലേ? ആരാണോ കരഞ്ഞത്, ആരാണോ നിലവിളിച്ചത്, നിലവിളിച്ചവന് നിലവിളി കേട്ടവൻ ഒരു ജയത്തിന്റെ കൊടി തരുകയോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ കുഞ്ഞാടിന്റെ രക്തം അടയാളമുള്ള ആ കൊടി വിശ്വാസത്തിൽ അങ്ങ് സ്വീകരിച്ച് ഇന്ന് പകൽ നിന്റെ ഉള്ളിൽ ആ ജയക്കൊടി ഒന്ന് ഉയർന്നിരിക്കട്ടെ, ആ രക്തത്തിന്റെ ശക്തി ഒന്ന് ഉയർന്നിരിക്കട്ടെ. ആ കൊടിക്കീഴിൽ നിനക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കൊടി അതൊരു ഭയങ്കര അധികാരത്തെ കാണിക്കുക. കൊടി എവിടെയൊക്കെ ഉയരുമ്പോ ഓർത്തോണം, അവിടെ ഒരു ജയം ഉണ്ടായിട്ടുണ്ട്. വിവരിക്കുന്നില്ല ഇനി. സ്തോത്രം. നമ്മുടെ കൊടിയൊന്നും താത്തിക്കട്ടേണ്ട കൊടിയല്ല, ഒരു ദിവസവും താക്കേണ്ടി വരാത്ത കൊടിയാണ് കാൽവറിയിൽ ജയം പ്രാപിച്ചവന്റെ കൊടി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടുത്തെ കൊടികളൊക്കെ ചിലപ്പോഴെങ്കിലും താക്കേണ്ടി വരും. നമ്മുടെ രാജ്യത്തിന്റെ ഉന്നതന്മാർ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് മരിച്ചാൽ ആമൻ ദുഃഖസൂചകമായി നമ്മുടെ പതാകയൊക്കെ താഴും. പക്ഷേ ഇതുവരെ താഴാത്ത ഒരു നാമമുണ്ടെങ്കിൽ, ഇതുവരെ താഴാത്ത ഒരു കൊടിയുണ്ടെങ്കിൽ അത് കാൽവറിയിൽ ജയം പ്രാപിച്ച യേശുവിന്റെ രക്തത്തിന്റെ കൊടി അടയാളമാണ്. അതിന് പരാജയമില്ല. സ്തോത്രം. ഇന്ന് പകൽ നീ ആ കൊടിക്കീഴിലാന്ന് വിശ്വസിക്കുക. ഇസ്രായേലിനെ ദൈവം നടത്തിയപ്പോ അവർക്ക് കൊടി കൊടുത്തെന്ന് എഴുതിയിരിക്കുന്നത്. സംഖ്യാപുസ്തകം നിങ്ങൾ വായിക്കണം, 2-ാം അധ്യായം 10-ാം അധ്യായം. അതിനകത്ത് ഈ ഞാൻ പറയുന്ന കാര്യമുണ്ട്. 4 കൊടി അടയാള കൊടിക്കീഴിലാണ് ആ 12 ഗോത്രത്തെ ദൈവം നടത്തിയത്. ഒന്നാമത് യഹൂദയുടെ കൊടിക്കീഴിൽ ഒരു കൂട്ടം പുറപ്പെടണം. രണ്ടാമത് രൂബന്റെ കൊടിക്കീഴിൽ വേറൊരു ഗണം പുറപ്പെടണം. മൂന്നാമത് എബ്രിയമിന്റെ കൊടിക്കീഴിൽ ഒരു കൂട്ടം പുറപ്പെടണം. നാലാമത് ദാനിന്റെ കൊടിക്കീഴിൽ ക്രമമായി പുറപ്പെടണം. നമ്മുടെ കർത്താവ് എല്ലാം എത്ര ഓർഡറായിട്ടാ ചെയ്യുന്നത്. എല്ലാറ്റിനും ക്രമം വെച്ച ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത്. ക്രമം കെട്ടായിരിക്കല് നമ്മുടെ യാത്ര. എല്ലാറ്റിനും ഒരു ക്രമം ഉണ്ടായിരിക്കണം. വിവരിക്കുന്നില്ല. അവൻ കൊടി അവർക്ക് കൊടുത്തു, അങ്ങനെ പുറപ്പെടാവുള്ളൂ. നീ ആ കൊടി അടയാളത്തോടെ ഉത്തമഗീത 6-ാം അധ്യായത്തിന്റെ 4 വീട്ടിൽ ചെന്ന് വായിക്കണം. കൊടികളോടുകൂടിയ സൈന്യം പോലെ ഉള്ള ഇവൾ ആർ, നീയോ ഭയങ്കരയായിരിക്കുന്നു. മനസ്സിലായില്ലല്ലേ? അനേക കൊടികളോടുകൂടെ ദൈവസഭ യാത്ര ചെയ്യുമ്പോൾ നിന്നെ ഒരു ഭയങ്കരത്വമുള്ള ഒരു ബലമുള്ള ഒരു കൂട്ടമായിട്ടാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. ഇന്നു പകൽ ഒരു കൊടിയല്ല, ജയത്തിന്റെ അനേകായിരം കൊടി ക്രൂശിലൂടെ നമുക്ക് തന്നതാകയാൽ ആ ജയക്കൊടി ലഭിച്ചവരൊക്കെ ദൈവത്തിന് ഒരിക്കൽ കൂടെ മഹത്വം കൊടുക്കാം. നീ ആ കൊടിക്കീഴിൽ നിന്ന് നീ ആരെന്ന് തെളിയിക്കും. നമ്മളൊക്കെ ഈ ഭൂമിയിലെ ലോകത്തിന്റെ ബന്ധത്തിലാണെങ്കിൽ നമ്മളിവിടെ ഉയർത്താൻ ഒരു കൊടി എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ഒന്നാമത് എടുക്കുന്ന ഭാരതത്തിന്റെ കൊടിയായിരിക്കും, അല്ലേ?
ഭൂമിയിലെ കാര്യത്തിൽ അവിടെ നമുക്ക് വിടാം. പക്ഷെ നമുക്ക് എന്നും എടുക്കേണ്ട ഒരു കൊടിയുണ്ട്. അത് ഭാരതത്തിന്റെ കൊടി മാത്രമല്ല, നമുക്ക് വേറൊരു പൗരത്വം കൂടെയുണ്ട്. അത് സ്വർഗരാജ്യമാണ് നമ്മുടെ പൗരത്വം. അവിടുന്ന് നമുക്കൊരു ജയത്തിന്റെ കൊടി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ജയക്കൊടി കണ്ടവർ ഒന്നും കൂടി ഒന്ന് സ്തോത്രം ചെയ്ത് ആ കൊടിക്കീഴിൽ നിനക്ക് യാത്ര ചെയ്യാം. 20-ാം സങ്കീർത്തനം പറയുക, നീ അവന്റെ നാമത്തിൽ കൊടി ഉയർത്തണം. ലഭിച്ച കൊടി ആരും താത്തുവെക്കല്ല, നീ ആ കൊടി ഉയർത്തണം. ഈ കൊടി ഒത്തിരി കാര്യമുണ്ട്, അവിടെ നിൽക്കാം നമുക്ക് ഇന്ന് പകൽ. അതുകൊണ്ട് നീ ഒന്നായി വന്നാൽ ഭിന്നം മാറണം. ചില ഭിന്നിച്ച പോലുള്ള സങ്കടങ്ങൾ മാറണം. എൻ്റെ ദൈവം നിന്നെ ഒന്നാക്കും. ഒന്നിച്ച് നിന്നാൽ നിനക്കൊരു കൊടി അവൻ തരും. ആ കൊടിക്കീഴിൽ ആർപ്പുകൾ ഉണ്ടാകും. ആ കൊടിക്കീഴിൽ നിനക്ക് ഭയങ്കര ജയങ്ങൾ ദൈവം തരും. നമുക്ക് ഈ കൊടിക്കീഴിൽ യാത്ര ചെയ്യാം, ക്രമമായി യാത്ര ചെയ്യാം. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ.